സഹായം സന്ധിയിൽ രണ്ടാഴ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 8ാം വാർഡിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥാപനം നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ് ഉയർന്നത്, അല്ലെ? എല്ലാവർക്കും അറിയോ ഈ ഒരു സ്ഥാപനം? പെട്ടെന്ന് ഞാൻ എന്നും പോകുന്ന വഴിയാണിത്. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ എന്താ പറയാ, വളരെ വളരെ പെട്ടെന്നുള്ള വർക്കുകൾ. അപ്പൊ ഞാൻ ഇവിടെ വന്നു നോക്കിയപ്പോഴേ എന്താ പറയാ, മൊത്തത്തിലൊരു ആകെ മാറ്റം. നമ്മുടെ ആളൂര് തന്നെയാണോ എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയണില്ല. വെച്ചാൽ തന്നെ മാറി. ഏറ്റവും സന്തോഷം തോന്നാണ്. കാരണം കണ്ണാടിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നമ്മുടെ ഈ ഗ്രാമ പ്രദേശത്ത് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സ്ഥാപനം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമാണ്. പക്ഷെ ഇതിന്റെ ഒരു മികവ് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ജനകീയമായ കൂട്ടായ്മയാണ്. അതിവിടെ ഒക്കെ ഉണ്ട്. ഞാൻ വരുമ്പോ ശ്രദ്ധിച്ചു. കാരണം നമ്മുടെ എല്ലാവരും വേണ്ടപ്പെട്ടവരെല്ലാവരും ഈ ഒരു എന്താ പറയാ വലിയൊരു സംരംഭത്തിന് അല്ലെങ്കിൽ വലിയൊരു പദ്ധതിക്ക് സാക്ഷ്യം വഹിക്കാൻ ഇത്രയും സമയം കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. കാരണം നമ്മളുടെ ഒരു സ്ഥാപനമായിട്ടാണ് നമ്മളെല്ലാവരും ഇതിനെ വിലയിരുത്തുന്നത്. നമുക്കറിയാം കട്ടാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് മുതൽ ഗ്രാമസഭകൾ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ വന്നപ്പോ ഒരു കമന്റ്, കാരണം പ്രസിഡന്റ് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ വന്നത്, നേരം വഴിക്കുന്നത്. പക്ഷെ ഞാൻ കൃത്യസമയത്ത് എത്തണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് പലരും എന്നെ വിളിച്ചു, സ്റ്റാറിലേക്ക് പോയോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു എത്താൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ ലേശം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാലും എനിക്ക് വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു കുടുംബമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കാൻ, ഇതിന്റെ ട്രേഡ് കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിത്വങ്ങൾ ഞങ്ങൾ ക്ഷണിക്കാനായിട്ട് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ പല കാരണങ്ങളാൽ ആണ് നമുക്കിവിടെ ഉദ്ഘാടന സെക്ഷൻ കുറച്ച് സമയം വൈകിയിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും അത് മനോഹരമായി തീരാൻ നമ്മളെല്ലാവരും എന്താ പറയാ, നമ്മളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഈ സ്ഥാപനത്തിനോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണസമിതിയെ നമ്മുടെ ഈ ഒരു സംരംഭത്തിലേക്ക് ക്ഷണിച്ചതിന് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചരിത്രം ചില ആളുകൾ വരുമ്പോ വഴിമാറും എന്ന് പറയുന്നത് പോലെ ഇപ്പോ നമ്മുടെ ആളൂരിലെ ചില ആളുകളുടെ ഭാവനയും സ്വപ്നങ്ങളും തളിരിടുമ്പോ ഇവിടെ ചില ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. വരും തലമുറയ്ക്ക് ഒരു ചരിത്രം ഉണ്ടാകുകയാണ്. പണ്ട് തൃശ്ശൂരിലേക്ക് പോകുമ്പോ നമുക്കറിയാം പുഴയ്ക്കപ്പാടം എന്നാണ് പറയാം, അല്ലേ? ഇപ്പൊ നമ്മൾ ആ പുഴയ്ക്കപ്പാടം എന്നുള്ള വാക്ക് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ചേർക്കുന്നത് ശോഭയുടെ അടുത്താണ് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ചില അടയാളപ്പെടുത്തൽ ഉണ്ടാകുമ്പോ അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആളൂരിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ മനോഹരമായ ഒരു സ്വപ്നം നെയ്ത് ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്ന സജീവ് ആന്റണിയുടെ ബിസിനസ് സാമ്രാജ്യം ഇതാ ഒന്നുകൂടി ഒരു സ്വർണ്ണ തൂവൽ ഇവിടെ ചാർത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. എന്റെ കുറച്ചു കാലത്തെ ഒരു സുഹൃത്താണ് ശ്രീ സജീവ് ആന്റണി. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ ടീച്ചറാണ്. അപ്പൊ എന്തായാലും ഇവിടെ കൂടിയിട്ടുള്ള നമുക്കൊക്കെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഈ ബിൽഡിംഗ് കാണുന്ന സമയത്ത് ഒരു സാധാരണ ഒരു ഗ്രാമത്തില് ഇതുപോലെയുള്ള ഒരു വ്യാപാര സമുച്ചയം പണിയുക, സാധാരണക്കാരായ ആളുകൾക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ കാണാൻ കഴിയുക, മറ്റ് എന്താ പറയാ സിറ്റിയിലേക്കൊന്നും പോകാതെ തന്നെ ഒരു ഗ്രാമത്തിൽ വന്ന് ഇതൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലെ വിശാലമായ ഭാവനയോടുകൂടി ഒരു ഹൈടെക് ഒരു ഷോറൂം ഇവിടെ നമുക്കായി തുറന്നു തരിക്കുന്നു സ്റ്റാർ ട്രേഡിംഗ് കമ്പനി. വളരെ അഭിമാനമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളയ്ക്കുന്നതല്ല. ഈ സാമ്രാജ്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ, അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഉയർച്ചകൾ താഴ്ചകൾ താണ്ടി വിജയത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഒരു പരാജയം ഉണ്ടാകുമ്പോൾ പുറകോട്ട് മാറിയാൽ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മള് ഒരുപാട് തവണ വീണാണ് കുഞ്ഞുങ്ങളൊക്കെ നടക്കാൻ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ബിസിനസ്സിൽ ഒരുപാട് പരാജയങ്ങളും വിജയങ്ങളും ഏറ്റുവാങ്ങി അങ്ങനെ എല്ലാം നെയ്തെടുത്ത് അവസാനം ഒരു സാമ്രാജ്യം പണിതെടുത്തിരിക്കുകയാണ്. മാത്രമല്ല അതിലൂടെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, അതാണ് എനിക്കിഷ്ടം പറയാൻ, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലാഭം കുറച്ച് ആളുകളിലേക്ക് എത്തുമ്പോൾ എന്താണ് സ്റ്റാർ ട്രേഡിംഗ് കമ്പനി ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മുന്തിയ ഒരു സ്ഥാപനമായി ഉയരാൻ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു ഒഫീഷ്യൽ എന്നുള്ള രീതിയിലല്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പോസ്റ്റായി ഇവിടെ. കാരണം
ഞാൻ 5 മണി എന്നുള്ളത് ഒരു 5:30 എത്തി. കാരണം ഒരു അരമണിക്കൂറൊക്കെ വൈകാം എന്നുള്ള ഒരു ധാരണയില് 5:30 എത്തിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു വരും. അപ്പൊ ആ ഇപ്പൊ വരും എന്ന് കേട്ടപ്പോ എനിക്ക് തോന്നി വരട്ടെ എന്ന് കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന് എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്താണ് ഷാൻ. ചോദിച്ചു, ഷാനെ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഷാൻ എന്റെ അടുത്ത് പറഞ്ഞു, വരും, ഇവിടെ പപ്പു പറഞ്ഞ പോലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമുക്ക് സെലിബ്രിറ്റി ഒന്നല്ല ഇതിലെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും കാണരുത്. ഒരു സെലിബ്രിറ്റി വന്നു ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതല്ല ഇതിന്റെ മികവ് എന്ന് പറയുന്നത്. മനസ്സിനോട് ഇഷ്ടമുള്ള കുറെ ആളുകൾ ഒരാളുടെ സദ്വിദ്യമത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുന്ന ഒരു നന്മയുടെ ഒരു കൂട്ടായ്മയായിട്ട് കണ്ടാൽ മതി. സെലിബ്രിറ്റി വരുമ്പോൾ നമുക്ക് ചേർന്ന് നിൽക്കാം, ആഘോഷിക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അതിനൊന്നും കാണേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് വൈകിയത് കൊണ്ടൊരു വിഷമമില്ല. പക്ഷെ വേറെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വിഷമം. എന്തായാലും ഏറെ സന്തോഷം. ഹൃദയപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. എന്റെ വാർത്ത അപ്പൊ നമുക്ക് 2 വാക്ക് സംസാരിക്കുവാനായി അശ്വിനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമസ്കാരം എല്ലാവർക്കും. ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞു തുടങ്ങാം. ഞാൻ ആക്ച്വലി കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു. ഇന്നൊരു ഫിലിം അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഞാൻ ചെയ്ത ആദ്യത്തെ സിനിമയിൽ നമുക്ക് ബെസ്റ്റ് ഡെബ്യൂ ആക്ട്രസിൻ്റെ ഒരു അവാർഡ് കിട്ടി. അപ്പോൾ ആ അവാർഡ് സ്വീകരിച്ചിട്ട് വരുന്ന വഴിയാണ്. അതുകൊണ്ടാണ് വൈകിയത്. സോ സോറി. എന്തായാലും ഭയങ്കര സന്തോഷം. ഇത്രയും ആൾക്കാർ ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്ത് കാണുമ്പോൾ സത്യം പറയാം റിയലി ഹാപ്പി. അപ്പോൾ എന്താ പറയുക, ഇത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ വർക്കല്ല. നമ്മളിതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ് ചെയ്തിരുന്നു. അന്ന് നമ്മൾ എത്ര വർഷമായി? 2 വർഷമായോ? 1 വർഷം മുമ്പ് നമ്മളിതിനെ ഷൂട്ട് ചെയ്ത് പോയതാണ്. ഇപ്പൊ ദാ പുതിയ സംരംഭമായിട്ട് തുടങ്ങിയേക്കാണ്. ഭയങ്കര സന്തോഷം. ഇതേപോലെ തന്നെ ഇനിയും കുറെ ഷോറൂംസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സ്റ്റാർ ട്രേഡിംഗ് കമ്പനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് ഇവിടെയുള്ള വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും സപ്പോർട്ടും സന്തോഷം കാണുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്നെ ഇവിടേക്ക് വിളിച്ചതിനും ക്ഷണിച്ചതിനും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ എല്ലാവരും ആഘോഷിക്കുക. ഇനിയും വരണം ഷോറൂമുകൾ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. താങ്ക് യു. Yes, everyone is waiting for Ashika Ashok, right? Yes. So, നമ്മുടെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ, സ്റ്റാർ ട്രേഡിംഗ് കമ്പനി ഇനോഗ്രേഷൻ ഫംഗ്ഷനിലേക്ക് നമുക്ക് അടുക്കുകയാണ്. സോ ഒഫീഷ്യൽ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. Thank you. എന്തായാലും എനിക്ക് വേണ്ടി ഇത്രയും നേരം കാത്തുന്നത് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷം.
അപ്പൊ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ശ്രമിക്കാം, അത്രയേ ഉള്ളൂ. ചേട്ടന്മാര് പാട്ടൊന്നും ഇട്ടിട്ട് കൊളാക്കരുത്, എനിക്കറിയില്ല. എന്റെ കണ്ണിൽ നിനക്കായൊരുക്കിയ സ്വപ്നങ്ങൾ കാണേണ്ട നീ, കണ്ടു നൽകേണ്ട നീ. ആരാണ് നീ എനിക്കെന്നാരോടും ചൊല്ലേണ്ട നീ, കഥ പറയേണ്ട നീ. തമ്മിൽ തമ്മിൽ മോളും പാട്ടു കേൾക്കേണ്ട നീ, കൂടെ പാടേണ്ട നീ, കൂടെയാടേണ്ട നീ. ചുമ്മാ ചുമ്മാ നിൻ പിറകെ നടക്കാൻ അനുവാദം മൂളേണ്ട നീ, തിരികെ നോക്കേണ്ട നീ. കണ്ണൽ കണ്ണൽ നോക്കാതെന്നെ കാണുന്നുവോ, എന്തെങ്കിലും മിണ്ടാമോ നീ? താങ്ക് യു. എന്നെ തക്കാളിയർ വേടിപ്പിച്ച നിങ്ങളോട് വീടത്ത്. ഇനി നമുക്ക് പാട്ടായിരിക്കും ഞങ്ങളുടെ റീൽസിലായാലും എല്ലാം പ്രതീക്ഷിക്കുന്നത്. സോ ഇനോഗ്രേഷന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി. ഫ്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി 9 മണി വരെ പ്രസന്റ് ആണ്. സോ എല്ലാവരും ഇവരുടെ പാട്ടുകൾ കേട്ട് ആസ്വദിച്ച് ആർമാദിച്ചിട്ട് ഇവിടുന്ന് പോവാവോ? ഓക്കെ. സ്റ്റാർ ട്രേഡിംഗ് കമ്പനിയുടെ രണ്ടാമത്തെ ഷോറൂമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇത്രയും വൈകിയ വേളയിലും ഇത്രയധികം ആൾക്കാര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനമാണ് തോന്നുന്നത്. അപ്പൊ അത്യാവശ്യം പേരുണ്ട്, പക്ഷെ കുറച്ചു പേരൊക്കെ പോയി എന്നുണ്ടെങ്കിലും കുറെ പേര് പോയവരൊക്കെ കുറെ പേര് തിരികെ എത്തിയിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, നല്ലവരായ നാട്ടുകാർക്കും എല്ലാവർക്കും തന്നെ പ്രത്യേകം നന്ദി പറയണം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെയാണ് നിങ്ങളുടെ സഹകരണം. അപ്പൊ ഇനിയുള്ള ഞങ്ങളുടെ ബിസിനസ് സംരംഭത്തിലും ഇപ്പൊ നിങ്ങൾ തന്ന ഈ സപ്പോർട്ടും ഇതിലും കൂടുതലും ഞങ്ങൾക്ക് തരും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.